8 1/4 ഹരിക്കണം 4 1/4. 8 1/4നെ 4 1/4 കൊണ്ട് ഹരിക്കണം. 8 1/4 നമുക്കിതിനെ മിശ്ര ഭിന്നം മാറ്റാം. ഇത് മിക്സഡ് ഫ്രാക്ഷനാണ് മാറ്റാം. എങ്ങനെ? 8നെ 4 കൊണ്ട് ഗുണിക്കുക. 4 32. 1 കൂട്ടുക. അപ്പോൾ 33. 8നെ 4 കൊണ്ട് ഗുണിക്കുക. 32. 1 കൂട്ടുക. 33/4 ഹരിക്കണം. അതുപോലെ ഇവിടെയും ചെയ്യുക. 4 × 4 16 1 17/4. 4 × 4 16 1 കൂട്ടിയ 17/4. ഹരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഹരിക്കുമ്പോൾ ആദ്യത്തെ ഭിന്നസംഖ്യ അതുപോലെ എഴുതുക. ഹരിക്കുമ്പോൾ ആദ്യത്തെ ഭിന്നസംഖ്യ മാറ്റമില്ലാതെ എഴുതുക. 33/4. ഹരണചിഹ്നത്തിന് പകരം ഗുണനചിഹ്നം ഇടുക. ഹരണചിഹ്നത്തിന് പകരം ഗുണചിഹ്നം ഇട്ടിട്ട് അതിന് ശേഷമുള്ള ഭിന്നസംഖ്യ ഉണ്ടല്ലോ, അതിന് ശേഷമുള്ള ഫ്രാക്ഷൻ അതിൻ്റെ റെസിപ്രോക്കൽ എഴുതുക. ഈ ഹരണചിഹ്നത്തിന് ശേഷമുള്ള ഭിന്നസംഖ്യയുടെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ വ്യുൽക്രമം എങ്ങനെ എഴുതുക? അംശവും ഛേദവും പരസ്പരം മാറ്റി എഴുതുക. അംശവും ഛേദവും പരസ്പരം മാറ്റി എഴുതുക. അപ്പോൾ എന്ത് വരും? 4/17 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 4 4 പഠിച്ചെടുക്കുക. എന്ത് വരും? 33/17 എന്ന് കിട്ടും. നമുക്കിതിനെ വേണമെങ്കിൽ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റാം. കാരണം നമ്മുടെ ചോദ്യം മിക്സഡ് ഫ്രാക്ഷനാണ്, ചോദ്യം മിശ്രഭിന്നാണ്. അതുകൊണ്ട് ഇതിനെയും വേണമെങ്കിൽ മിശ്രഭിന്നാക്കാം. 33നെ 17 കൊണ്ട് ഹരിക്കുക. 17 കുറയ്ക്കുമ്പോൾ 6 7 13 ശിഷ്ടം 1 1 2 1 3. അപ്പോൾ എങ്ങനെ മിശ്രഭിന്നാക്കുക? ഹരണഫലം ആദ്യം എഴുതുക. എത്രയാണ് ഹരണഫലം? 1. എന്നിട്ട് ഇങ്ങനെ വരച്ചിട്ട് ശിഷ്ടം മുകളിൽ എഴുതുക. ശിഷ്ടം എത്രയേ? 16 ശിഷ്ടം. ഏതുകൊണ്ട് ഹരിച്ചുവോ അത് ഛേദമായിട്ട് എഴുതുക. ഉത്തരം 1 16/17.